നമുക്ക് തിരിച്ച് പാലക്കാട്ടേക്കൊന്ന് വരാം. നിശബ്ദ പ്രചാരണ ദിവസവും വിവാദങ്ങൾ ഒഴിയാതെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടി സിറാജ്, സുപ്രഭാതം പത്രങ്ങളിൽ LDF നൽകിയ പരസ്യത്തെ ചൊല്ലിയാണ് പുതിയ വിവാദം. വോട്ടെടുപ്പിന്റെ തലേന്നും CPIM വർഗീയത ആളിക്കത്തിക്കുകയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ച പരസ്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനം. പരാജയമുറപ്പിച്ച UDF ആണ് വിവാദത്തിന് പിന്നിലെന്ന് മന്ത്രി MB രാജേഷും പരസ്യ വിവാദത്തിൽ കക്ഷിയാകാനില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. LDF പരസ്യത്തിൽ പാലക്കാട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് BJPയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നതിന് CPM എത്രമാത്രമാണിത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യമില്ല. വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. UDFന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ 7 രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം പാഷാണം വർക്കിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. എല്ലാ പത്രത്തിലും ഒരേ ഉള്ളടക്കമായിരിക്കില്ലല്ലോ കൊടുക്കുക, പലതുണ്ട്. ചിലതിൽ പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട്, പല ഉള്ളടക്കങ്ങളല്ലേ അതിലുള്ളത്. പിന്നെ ഈ പറഞ്ഞതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു, ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളോടല്ല പറയേണ്ടത്, ഷാഫി പറയേണ്ടത് സന്ദീപിനോട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് മിനിമം അതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതൊക്കെ അവർ നമ്മൾ അടിച്ച് തീർക്കട്ടെ. ഈ പരസ്യത്തിൻ്റെ അല്ലെന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളിലും ഉള്ള ഗുണം കിട്ടുന്നത് ഞങ്ങൾ കാണാം. ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും ഈ തെരഞ്ഞെടുപ്പിൽ മാന്ത്രിക ദണ്ഡുകളായിട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണ്. ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മത്സരമാണല്ലോ എപ്പോഴും നടക്കുന്നത്. ബാക്കിയുള്ളവരുടെ എന്ത് പ്രശ്നം വന്നാലും ഈ 2 മുന്നണികൾക്കും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ മത്സരം നടക്കട്ടെ, ഞങ്ങളതിൽ എന്തിനാണ് കക്ഷിയാവുന്നത്. അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ അലി, തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കുന്നതിനായി പരസ്യം കൊടുത്ത 2 പത്രങ്ങൾ, ആ പത്രങ്ങൾ വളരെ കെയർഫുള്ളായി തെരഞ്ഞെടുത്തതാണ് എന്നത് ഉയർത്തിക്കൊണ്ടാണോ നിയമ പോരാട്ടത്തിലേക്കടക്കം കോൺഗ്രസ് കടക്കുന്നത്? ഇതിനെ എങ്ങനെയാണ് CPIM LDF പ്രതിരോധിക്കുന്നത്? സുജിയ, അവസാന മണിക്കൂർ, പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർ പോകാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ പോലും പാലക്കാട് വിവാദങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ആരംഭിച്ച പല വിവാദങ്ങൾ ഒടുവിൽ ഇപ്പോൾ അവസാനം പരസ്യ വിവാദത്തിലേക്കും എത്തിയിരിക്കുന്നു. ഇന്ന് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലും അതുപോലെ തന്നെ കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള സിറാജിലും ഇത്തരത്തിൽ LDFൻ്റെ 2 പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. കണ്ടാൽ പെട്ടെന്ന് വാർത്തകളാണെന്ന് തോന്നുന്ന രീതിയിൽ അഡ്വർട്ടോറിയൽ മോഡലാണ്, വാർത്തകളുടെ തന്നെ അതേ രീതിയിലാണ് ആ 2 പരസ്യങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ 2 പരസ്യങ്ങളിലും ഉള്ള പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ മുമ്പ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ, ഇല്ലെങ്കിൽ അത്തരത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളും സന്ദീപ് വാര്യരുടെ പരാമർശങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് എടുത്ത കോൺഗ്രസിനാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് LDF പരസ്യം ചെയ്യുന്നത്. കൃത്യമായി LDF ലക്ഷ്യം വെച്ചത് ന്യൂനപക്ഷ വോട്ടുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ UDFന് വലിയ തോതിൽ മേൽക്കോയ്മ നേടിയെടുത്തിരുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു. ഈ ന്യൂനപക്ഷ വോട്ടുകളെ വിള്ളൽ വീഴ്ത്തുക എന്ന് ലക്ഷ്യമാക്കി തന്നെയാണ് ആ പരസ്യങ്ങൾ സുപ്രഭാതവും സിറാജും തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ LDF നൽകിയത്. അത് വലിയ തോതിൽ വിവാദമാവുകയും രാഷ്ട്രീയമായി ചർച്ചയാവുകയും ചെയ്തു. അതിനെതിരെ വലിയ തോതിൽ കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് പോലെയുള്ള LDFൻ്റെ ആരോപണം എന്നാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചതെങ്കിൽ ഇതിൽ BJP ഉയർത്തുന്ന അതേപോലെ വർഗീയ രാഷ്ട്രീയമാണ് കലർത്തുന്നത് VD സതീശൻ മറുപടി പറയുന്ന സാഹചര്യമുണ്ട്. അത്ര വലിയ വിവാദങ്ങളിലേക്ക് പോയി. അതേസമയം തന്നെ സന്ദീപ് വാര്യർ ഇപ്പോഴും ആ പരാമർശങ്ങളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പരസ്യത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ള വാദത്തിൽ ഇടതുപക്ഷം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് അതൊരു നിയമ പ്രശ്നത്തിലേക്ക് കൂടി പോകുന്നത്. പ്രത്യേകിച്ച് ഇത് ഒരു മീഡിയ പരസ്യം അല്ലെങ്കിൽ ഒരു പത്രത്തിൽ പരസ്യം നൽകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക സെല്ലിൽ നിന്ന്, മോണിറ്ററിംഗ് സെല്ലിൽ നിന്നുള്ള പ്രത്യേക സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ
അന്വേഷണത്തിന് വേണ്ടി ഇടതുപക്ഷം LDF അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ഇടതുപക്ഷം പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത് ആയുധമാക്കിക്കൊണ്ട് നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ UDF ഒരുങ്ങുന്നത്. എന്നാൽ പോലും ഏറ്റവും അവസാന മണിക്കൂറുകളും ചൂടുപിടിച്ച ഒരു രാഷ്ട്രീയത്തിലേക്ക് ഈ വിഷയം വഴിമാറി എന്നുള്ളതാണ് സുജ. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പരസ്യം വെട്ടുന്ന മൊയ്ൻ അലി തങ്ങളെ നമ്മൾ കാണുകയാണ്. അടുത്ത ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. പാലക്കാട്